5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. പാകിസ്ഥാന്റെയും ഇന്ത്യയുടെയും ബോർഡറിൽ അതിർത്തിയിൽ വലിയ ആക്രമണം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. ഇന്ത്യ ആദ്യമേ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു, നയതന്ത്രപരമായി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു, സൈനികമായി നമ്മളൊരു യുദ്ധത്തിനില്ല, നമ്മൾ യുദ്ധത്തിനേ ഇല്ല എന്ന് പറഞ്ഞിട്ട്, എന്നാൽ നമ്മളോട് ഭീകരപ്രവർത്തനം നടത്തിയതുകൊണ്ടും ഇന്ത്യയിൽ കയറി വന്ന് ഭീകരവാദവും മത തീവ്രവാദവും ഒക്കെ നടത്തിയതുകൊണ്ട് ഒരു തിരിച്ചടി കൊടുക്കും. നമ്മൾ 9ഓളം തീവ്രവാദി കേന്ദ്രങ്ങൾ നശിപ്പിച്ചു. അതുപോലെ തന്നെ സിന്ധു നദിയിലെ വെള്ളം കൊടുക്കില്ല, 4 സിന്ധുവിൻ്റെ പോഷക നദികളായ 4 നദികളിലെ വെള്ളം കൊടുക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ കുറേ സൈനികമായ നടപടികൾക്ക് പകരം നയതന്ത്രപരമായ കുറേ നടപടികൾ എടുത്തു. പക്ഷേ നമ്മുടെ ഒരു ചാനലല്ല, പല ചാനലുകളുമുണ്ട്. എന്നാലും ഒരു പ്രധാനപ്പെട്ട ചാനൽ, ഈ ഇടയ്ക്ക് ഉണ്ടായ ചാനൽ, അതിൻ്റെ ജനസിസ് തന്നെ ഒരുപാട് വിവാദങ്ങളും ആളുകൾ വലിയ തർക്കമൊക്കെ, ആ ചാനലിനെ കളിയാക്കിയൊക്കെയാണ് ആളുകൾ വിളിക്കുന്നത്. പക്ഷേ ആ ചാനൽ എന്തൊക്കെയാണ് അതിനകത്ത്, നമ്മുടെ അരുൺ ഡോക്ടറും സുജയ പാർവതിയും അതുപോലെ തന്നെ നമ്മുടെ സ്മൃതി പരുത്തിക്കാടും ഉണ്ണിയും ബാലകൃഷ്ണനും ഒക്കെ എന്തൊരു തള്ളായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങൾ വരെ മോഡിയെ നാഴേക്ക് 40 വട്ടം തെറി പറയും. അരുണൊക്കെ പിന്നെ മോഡി ഭക്തനായി, അങ്ങ് മോഡിയെ കണ്ടാൽ ഇപ്പം കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്ന നിലയിലായി. അത് പോട്ടെ, ഒരു ന്യൂസ് എല്ലാ വിമാനത്താവളങ്ങളും അടച്ചിരിക്കുന്നു, വേറെ ഒരു ചാനലിലും വന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ പറയുന്നു ആകാശത്ത് നിൽക്കുന്ന വിമാനങ്ങൾക്ക് വേണമെങ്കിൽ ഇറങ്ങാം, ഭൂമിയിൽ കിടക്കുന്ന വിമാനങ്ങൾ അവിടെ തന്നെ കിടന്നോണം. എന്തൊരു തള്ളു വാർത്തയാണ്. കുറേ കഴിഞ്ഞപ്പോൾ യുദ്ധം സമാനമല്ല, യുദ്ധ സാഹചര്യമല്ല, യുദ്ധം തന്നെയാണ് ആരംഭിച്ചിരിക്കുന്നത്. എന്തൊരു കമൻട്രിയാണ്. യുദ്ധം നടക്കുന്ന ഇവർ കേട്ടാൽ തോന്നുന്നു ഇവരുടെ മച്ചമ്പിയോ അളിയനോ അവിടെ നിന്നിട്ട്, ആരോ നിന്നിട്ട് യുദ്ധ ഗ്രൗണ്ടിൽ നിന്നിട്ട് ഇങ്ങനെ കമൻട്രി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുമ്പോൾ കമൻട്രി കൊടുക്കുമ്പോൾ ആരോ ഇങ്ങനെ കമൻട്രി കൊടുക്കുകയാണെന്ന് തോന്നും. ഈ സുജയ പാർവതിയുടെയും നമ്മുടെ സ്മൃതി പരുത്തിക്കാടിൻ്റെയും ഉണ്ണി ബാലകൃഷ്ണൻ്റെയും ഒക്കെ ബഹളം. ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ, ഞാൻ ഇന്നലെ വരെ മോഡിയെ എതിർത്തെങ്കിൽ ഇന്ന് മുതൽ ഞാൻ മോഡി ഭക്തനാണ്, മോഡി ചെയ്തത് ശരിയാണ്, എന്നാലും അങ്ങനെ എന്തൊരു തള്ളാ മറിച്ചത്. അവസാനം വാർ റൂം തുറന്നു, വാർ ടീം ഉണ്ടാക്കി. എന്താ ഇവർ ഉദ്ദേശിച്ചത്? യുദ്ധം വരുമെന്നാണോ? വാർ റൂം തുറക്കുന്നു, വാർ ടീം ഉണ്ടാക്കുന്നു, വാർ ഫയർ ഉണ്ടാക്കുന്നു, വാർ ഹാൾ ഉണ്ടാക്കുന്നു, വാർ ടീം ഉണ്ടാക്കുന്നു. ഫേസ്ബുക്കിലും അതുപോലെ തന്നെ 10-20 റിപ്പോർട്ടർമാരുടെ പടം വെച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞു നിൽക്കുന്ന ഫോട്ടോ വെച്ചുകൊണ്ട് വാർ റിപ്പോർട്ടർമാരെ തയ്യാറാക്കുന്നു. എന്തായിരുന്നു ചാനൽ ഈ പരിപാടി നടത്തിയത്? മലപ്പുറം കത്തി, കാസർഗോഡ് കാദർഫായി എല്ലാം ഉണ്ടായിരുന്നു, ഇരിങ്ങാലക്കുട കോയ, എല്ലാവരും വന്നിരുന്നു. പക്ഷെ നരേന്ദ്രമോദിയും ഇന്ത്യ ഗവൺമെൻറ്റും വളരെ നയപരമായി തന്ത്രപരമായി അത് കൈകാര്യം ചെയ്തു. വെടിനിർത്തൽ അങ്ങ് പ്രഖ്യാപിച്ചു. അവർ അപ്പോൾ യുദ്ധത്തിന് തുറന്ന മുറി പൂട്ടി എല്ലാം കൂടെ വാരിയിട്ട് കത്തിച്ചു എന്നാണ് കേൾക്കുന്നത്. എന്തൊരു ദുരന്തമാണ് ഇതൊക്കെ. ഡോക്ടർ അരുണൊക്കെ, നിങ്ങളുടെ നിലപാട് എന്താണ്? നിങ്ങൾ കുറച്ചു കാലം ഇടതുപക്ഷം എന്ന് പറഞ്ഞ് നടന്നു, കുറച്ചു കാലം BJP എന്ന് പറഞ്ഞ് നടക്കുന്നു, പിന്നെ കുറച്ചു കാലം കോൺഗ്രസ് എന്ന് പറഞ്ഞ് എന്താ, കുറച്ചു കാലം ബ്രാഹ്മണിക്കൽ ഹെജിമണി എന്ന് പറഞ്ഞ് ജാതിയും അതും ഇളക്കി വിടാൻ ശ്രമിച്ചു. എന്താ താങ്കളുടെയൊക്കെ നിലപാട്? 4 കാശുണ്ടാക്കാൻ വേണ്ടോ? ഇതിനേക്കാൾ നല്ലത് മറ്റെന്തെല്ലാം പണിയുണ്ട് നമ്മുടെ ഭൂമിയിൽ. എന്തൊക്കെ കാര്യങ്ങൾ ഇതാ കാശുണ്ടാക്കാം. ഈ കാശിന് വേണ്ടിയിട്ടാണോ, റീച്ചിന് വേണ്ടിയിട്ടാണോ? ആരോടാണ് മത്സരിക്കുന്നത്? ഏഷ്യാനെറ്റിനെ കീഴ്പ്പെടുത്താനാണോ, മാതൃഭൂമിയെ കീഴ്പ്പെടുത്താനാണോ, മനോരമയെ കീഴ്പ്പെടുത്താനാണോ, മുന്നിലുള്ള ഏത് ചാനൽ, അല്ലെങ്കിൽ നമ്മുടെ 24 SKNൻ്റെ 24നെ കീഴടത്താൻ എന്താ ലക്ഷ്യം? ഒരു ലക്ഷ്യവുമില്ലാതെ ഇങ്ങനെ യുദ്ധം പ്രഖ്യാപിക്കുകയാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കി, ഇതൊരു രാജ്യമാണ്. 140 കോടി ജനങ്ങൾ താമസിക്കുന്ന രാജ്യത്ത് പാവപ്പെട്ടവർ, BP ഉള്ളവർ, ഷുഗർ ഉള്ളവർ, കൊളസ്ട്രോൾ ഉള്ളവർ, ഹാർട്ട് അറ്റാക്ക് ഉള്ളവർ, ക്യാൻസർ രോഗികൾ, അങ്ങനെ ഒരുപാട് വലിയ വലിയ ആളുകൾ, നല്ല രോഗമുള്ളവർ, ഈ ചാനലുകൾ പലതും കാണും. ഇങ്ങനെ അടിച്ചടിച്ച് പോകുമ്പോൾ നിങ്ങളെ ചാനലും കിട്ടും. അപ്പോൾ അതാ എഴുതി കാണിക്കുന്നു വിമാനത്താവളങ്ങൾ അടച്ചു. വീട്ടിലിരിക്കുന്ന അമ്മമാർക്കും സഹോദരങ്ങൾക്കും ഇതിൽ പരം ടെൻഷനുണ്ടോ? മക്കളൊക്കെ പുറത്ത് യാത്ര വല്ലതും പോയിട്ടിരിക്കുകയാണെങ്കിൽ ഉടൻ തന്നെ പറയുന്നു അടച്ചു എന്ന് പറഞ്ഞാൽ വെറുതെയാണ്. അജിത് ഡോവൽ പറഞ്ഞു വേണ്ടണം, ഇങ്ങനെ വാർത്ത കൊടുക്കുകയാണ്. എന്തൊരു BP ആണ് ഉണ്ടാക്കുന്നത് നിങ്ങൾ ഈ ജനസമൂഹത്തിൻ്റെ ഇടയിൽ. സാധാരണ ജനങ്ങളുടെ BP ലെവൽ, ഷുഗർ ലെവലൊക്കെ വല്ലാതെ കൂടും. എന്താ എഴുതി കാണിക്കുന്നത്? ഓൺലൈനിൽ കയറിയാൽ നിങ്ങളുടെ ചില ചിത്രങ്ങൾ, പരിപാടികൾ, ഇതൊക്കെ മതിയാക്കേണ്ട സമയങ്ങൾ. ഇനിയെങ്കിലും പാകതയോടുകൂടി റീച്ചിനപ്പുറം ഒരു എത്തിക്കൽ ജേർണലിസത്തിലേക്ക് നിങ്ങൾ പോകണം. ഒരു എത്തിക്സ് വേണം ജേർണലിസത്തിന്. കാശൊക്കെ നമുക്ക് ഉണ്ടാക്കാവുന്നേ, പക്ഷേ കാശിനപ്പുറം ഒരു എത്തിക്സ് നിങ്ങൾക്ക് ആവശ്യമുണ്ട്. അത് നിങ്ങൾക്കെതിരെ ക്യാമ്പയിൻ നടത്തി എന്നൊക്കെയാണ് പറയുന്നത്. എന്ത് ക്യാമ്പയിൻ? ഒരു ക്യാമ്പയിനും ഇല്ല. നിങ്ങൾ കുറച്ചുകൂടി എത്തിക്കലായിട്ടുള്ള കാര്യങ്ങൾ പറയണം. ജനങ്ങൾ ഇത് കാണുകയാണ്, ജനങ്ങൾ വീക്ഷിക്കുകയാണ്. നിങ്ങൾ ജനങ്ങളോടൊപ്പം നിൽക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ സാമാന്യമായിട്ടുള്ള ഒരു മര്യാദയാണ്, നിങ്ങളൊരു എത്തിക്കൽ മര്യാദ കാണിക്കേണ്ടതുണ്ട്.